റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13 മുതൽ വായിച്ചു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവരുടെ അവസ്ഥ മാറും. ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിക്കും? ഇപ്പം യേശു ഇങ്ങനെ എല്ലാവരുടേതാണെന്നും യേശുവെ എന്നൊരൊറ്റ വിളിയിൽ അവസ്ഥകൾ മാറുമെന്ന് അത്രയും സരളമായ ഒരു സുവിശേഷം, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സുവിശേഷം. ആ സുവിശേഷം കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ചിലർ പറയും, ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിക്കേണ്ട വലിയ ആവശ്യമുണ്ടോ? കേൾക്കണ്ടേ, എന്നാലല്ലേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ എന്തിനാ ഓരോ കാര്യം മറ്റുള്ളവരോട് പറയും ഇത് നല്ലതാന്ന് പറയുമ്പം അവർ അറിഞ്ഞില്ലെങ്കിലോ? ഈ ദൈവത്തെ യേശുവിന്റെ സ്നേഹത്തിന്റെ രുചി അറിയത്തില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഉണ്ടെന്നും യേശുവിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ലെന്നും യേശുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് നിൽക്കണം. ഇതെല്ലാം വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. സോ അവിടെ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്. 13-ാമത്തെ വാക്യം വായിച്ചേനി. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന, യേശുവേന്ന് വിളിക്കുന്ന, യേശുവിന്റെ കർത്താവ് എന്ന് പറയുന്ന ഏവന്റെയും അവസ്ഥ മാറും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ആ വാക്ക് അവിടെ സോത്സോ എന്നുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി, മീനിങ് ഓഫ് സോത്സോ. സോ SOZO. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വെറും ആത്മാവിന്റെ രക്ഷ അല്ല, അതിനോടൊപ്പം എല്ലാ അവസ്ഥയ്ക്കും മാറ്റമുണ്ടാകും.